ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നലെ തിരുവോണമായിരുന്നു. തിരുവോണം എല്ലാ മലയാളികളും ജാതി മത ഭേദമന്യേ എല്ലാ മലയാളികളും തിരുവോണം ആഘോഷിച്ചു എന്ന് കരുതുന്നു. കാരണം ഓണത്തിന് അങ്ങനെ ഇന്നാളെന്നൊന്നുമില്ല, എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. പൂക്കളം ഇടുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തുല്യമാണ് എന്ന് തന്നെ പറയാം. അതായത് സദ്യ വെക്കുക, അതുമാത്രമല്ല ചില സ്ഥലങ്ങളിൽ ലക്ഷദ്വീപിലൊക്കെ ഇന്നലെ നബിദിനമായിരുന്നു. എല്ലാ മലയാളികളും ഓണസദ്യ കഴിക്കുമെന്നതിൽ തർക്കമില്ലല്ലോ. അപ്പൊ സ്വന്തം വീട്ടിൽ ആരൊക്കെ ഓണസദ്യ വെച്ചു എന്നൊരു കമന്റ് ഇടാവോ? പിന്നെ അഥവാ ഓണസദ്യ ചിലപ്പോൾ എല്ലാവർക്കും വെക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഓണത്തിന്റെ തിരക്കുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സാഹചര്യം കൊണ്ട് എല്ലാ മലയാളികൾക്കും, എല്ലാ വീട്ടമ്മമാർക്കും ചിലപ്പോൾ ഓണസദ്യ തയ്യാറാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഓർഡർ കൊടുത്ത് ഏൽപ്പിക്കും. അപ്പം കറക്റ്റ് ടൈമിന് നമ്മുടെ വീട്ടിലേക്ക് വരും. എന്നാലും മിക്ക ആൾക്കാർക്കും വീട്ടിൽ ഒരുക്കി കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണല്ലേ. അതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ കഴിയൂല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നല്ല, എന്തടേ ഇന്നലെ മുതൽ തെണ്ടിയിട്ടും ഇത്രയേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും നമ്മളൊക്കെ ഒരു ചിന്ന ആളാണ്. അപ്പോൾ 60,000 സബ്സ്ക്രൈബർ ഉണ്ടായിട്ടും എന്തടേ ഒരാൾ പോലും ഈ സാധനത്തിനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുത്തില്ല. അതിനു വേണ്ടിയിട്ട് തെണ്ടിക്കുത്തി കാത്തിരുന്നു, പക്ഷെ മൂഞ്ചിപ്പോയി. അതിൻ്റെ അർത്ഥം എന്താ ഗൈസ്? മലയാളികളുടെ വീട്ടിലെ ആ ഓണത്തിന്, ആ തിരുവോണത്തിൻ്റെ അന്ന് നടക്കുന്ന ഓണസദ്യയും അതിനോടനുബന്ധിച്ച് അവരുടെ വീട്ടിലെ കുടുംബത്തിലെ അസമാധാനവും നശിപ്പിക്കരുത് എന്ന് കരുതിയിട്ട് ആരും ഈ സാധനത്തിനെ വീട്ടിലോട്ട് വിളിച്ച് കയറ്റാഞ്ഞത്. എന്നാലും ചിലരുണ്ടായിരുന്നല്ലോ നമ്മുടെ ഹിന്ദുക്കളിൽ തന്നെ എരിക്കൂട്ടി കൊടുക്കാനായിട്ട് വരുന്ന കുറേ തലച്ചേച്ചിമാർ. അവര് പോലും വിളിച്ചില്ല എന്ന് പറയുമ്പോഴാണ് ഡേ എനിക്ക് അത്ഭുതം. എന്തടേ തലച്ചേച്ചി ഒരു നേരത്തെ ആഹാരം വിളിച്ചിട്ട് പ്രിയപ്പെട്ട സുഹൃത്തിന് കൊടുക്കാഞ്ഞു? വല്ലാത്ത ജാതി കഷ്ടായിപ്പോയി. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചു ആരെങ്കിലും വീട്ടിലോട്ട് വിളിക്കുന്നത്. പക്ഷെ ഒരാളും വീട്ടിൽ കയറ്റാൻ കൂട്ടാക്കുന്നില്ല ഈ സാധനത്തിന്. വല്ലാത്ത ജാതിയല്ലേ? ഒരു മനുഷ്യനായ പലതരം മനുഷ്യന്മാരുടെ അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്തരത്തിലൊരവസ്ഥ ആദ്യമായിട്ട് കാണുന്നത്. ആകെ മൂഞ്ചിത്തൊലഞ്ഞ ഒരു ഓണമായി പോയില്ലോടേ. ആ ഫേസ് കണ്ടാൽ തന്നെ അറിയാം, പട്ടി അപ്പിടാൻ നിൽക്കുന്ന ഒരു ഫേസും കാട്ടി ആകെ മൂഞ്ചിത്തൊലഞ്ഞ ഒരു ഭാവവും പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. ആരും വിളിച്ചില്ല അല്ലയോ. ഓണത്തിന് നമ്മുടെ വീട്ടിലൊക്കെ സ്പെഷ്യൽ എന്തായിരിക്കും? ഒരു ശർക്കര ഉപ്പേരി അല്ലെങ്കിൽ ഒരു കായ വറുത്തത്. പിന്നെ സ്പെഷ്യലായിട്ട് വരുന്നത് എന്തായിരിക്കും? അടപ്രഥമൻ. വെർമിസില്ലിയൊക്കെ ഇപ്പം വളരെ കുറവാണ്. എന്നാലും മിക്ക ആൾക്കാരും ഇപ്പം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അടപ്രഥമൻ നമുക്ക് പാലൊഴിച്ച് തിളപ്പിച്ച് അതിനകത്തേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതി, പായസം റെഡി. അങ്ങനെയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ എല്ലാ മലയാളികളുടെ വീട്ടിൽ അടപ്രഥമൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ടൗണിലോട്ടൊക്കെ ഇൻസ്റ്റൻ്റ് അടപ്രഥമൻ തന്നെയായിരിക്കും എല്ലാവരും വാങ്ങിക്കുന്നത്. പരിപ്പ് പായസവും വെക്കുന്നവരുണ്ട് കേട്ടോ നാട്ടിൻപുറങ്ങളിലോട്ടൊക്കെ. മലയാളികളൊന്നുമില്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകും. ക്ഷണം ഉണ്ടാവും, ക്ഷണം. നിന്നെ അതിന് പോലും ആരും വിളിച്ചില്ലല്ലോ എന്നോർക്കുമ്പോൾ വിഷമുണ്ട് മുത്തേ. ഇങ്ങനൊരവസ്ഥ ആർക്കും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാലും ഇത് വല്ലാത്തൊരവസ്ഥയായി പോയില്ലൂടി നിൻ്റെ ഇന്നലത്തെ ഊമ്പിയ മോന്ത കണ്ടിട്ട്. കരച്ചിൽ വന്നടി, കരച്ചിൽ വന്നു. ഉച്ചയ്ക്ക് കഴിക്കുന്ന ആ ഓണസദ്യയുടെ ത്രില്ല് വേറൊന്നിനും കിട്ടൂല മക്കളെ. അജാതി വൈബാണ് ഓണസദ്യക്ക്. തിരുവോണം എന്ന് പറയുമ്പോൾ എന്താ കെങ്കേമം? ഓണസദ്യ തന്നെയല്ലേ കെങ്കേമം? ഓണക്കോടിയും ഓണസദ്യയും കെങ്കേമം. ഓണസദ്യയുടെ ഒരു വൈബ് അതൊന്ന് വേറെ തന്നെയാണ് മക്കളെ. അതൊക്കെ നമ്മൾ വൈകി കിട്ടിക്കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ ഉച്ചയ്ക്ക് തന്നെ കഴിച്ച് ഒരു ഗ്ലാസ് അടപ്രഥമനും കുടിച്ചിട്ട് ഒരേമ്പക്കവും വിട്ടിങ്ങനെ വയ്യാത്ത മൂഡിൽ ഇനിയൊന്നും എന്നെക്കൊണ്ട് മേലായേ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയേ എന്നുള്ള ആ വൈബ് ഉണ്ടല്ലോ, ആ വൈബിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു മന്നിച്ചുള്ളൊരു നടപ്പുണ്ടാവും, അല്ലെങ്കിൽ ഒരു കിടപ്പുണ്ടാവും. അങ്ങനെ കിടക്കുമ്പോഴാണ് ശരിക്കും തിരുവോണ സദ്യ കഴിച്ചിട്ടുള്ള ആ വൈബ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഫീലിങ്സ്. പക്ഷെ ഇന്നലെ തുടങ്ങിയിട്ട് ആരെങ്കിലും എന്നെ ഓണസദ്യക്ക് ഒന്ന് വിളിക്കടേ എന്ന് പറഞ്ഞ് കേണ ബേശ് പരസ്യവും കൊടുത്തിട്ട് ഇന്ന്
ഉച്ചയ്ക്ക് 1 മണിയല്ല 2 മണിയോ അല്ല 3 മണി വരെ കാത്തിരുന്നിട്ടും ആരും വിളിക്കാത്ത ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പട്ടി അപ്പിടാൻ മുട്ടി നിൽക്കുന്ന ആ മുഖത്തിൻ്റെ ആ ഭാവം തന്നെ നിങ്ങളൊന്ന് കാണണമായിരുന്നു. ആരും വിളിച്ചില്ലടേ നിന്നെ, നമ്മൾക്ക് ഇങ്ങ് പോരാൻ മേലായിരുന്നു മോളെ മാമിനെയും കൂട്ടിയിട്ട്. പിന്നെ മോളും മാമിനും ഒറ്റയ്ക്കാണല്ലോ വീട്ടിലെ, സൗകര്യപ്രദമായി. എങ്ങനെ മാമ, പണിയൊക്കെ നടക്കുന്നുണ്ടോ? എന്തുതന്നെയായാലും 3 മണിയായിട്ടും ഒരു മലയാളി പോലും 65,000 പേരിൽ ഒരാൾ പോലും ഇന്ന് ഇങ്ങോട്ട് പോര്, ഇവിടുന്ന് ഒരു ഓണസദ്യ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ മഹാമോശം മോശം മോശം മോശം. പിന്നെ കണ്ടു ഊമ്പിത്തൊലഞ്ഞ മുഖവുമായിട്ട്. എന്തടേ ഒരു സന്തോഷമില്ലാത്തത്? ഒരു പേരിലുള്ള എനിക്കിത്രം സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 5 പേരിലുള്ള നിനക്കെന്തടേ സന്തോഷിക്കാൻ കഴിയാത്തത്? പിന്നെ ആരെയോ കാണിക്കാൻ വേണ്ടി ഊമ്പിത്തൊലഞ്ഞ മട്ടിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് ചോറ് വാങ്ങിച്ച് കഴിക്കുന്നു. ബല്ലാത്ത ജാതി തലയിലെഴുത്ത് എന്നല്ലാണ്ട് എന്തു പറയാൻ. ആരുമില്ലടേ ഇതിനൊന്ന് വിളിച്ചിട്ട് ഒരു നേരത്തെ ചോറ് കൊടുക്കാൻ. എന്നെ ആരെങ്കിലും ഒന്ന് വീട്ടിലോട്ട് വിളിക്കുമോ എന്നും ചോദിച്ചിട്ട് മിനിയാന്ന് മുതലിരിക്കുന്നതാണ് ഗൈസ്. ഒരാളും വിളിച്ചില്ല എന്ന് മാത്രമല്ല ഓടീന്ന് പറഞ്ഞു. വെറുതെ ഇല്ലടി നിന്നെ വീട്ടിലോട്ടൊക്കെ വിളിക്കാത്തത്. എൻ്റെ ഇത്തരത്തിലുള്ള ഏഷണി പരിദൂഷണം, കുത്തിത്തിരിപ്പുണ്ടാക്കൽ, തമ്മിത്തല്ലിക്കൽ അങ്ങനെയുള്ള ചില കലാപരിപാടികളുണ്ടല്ലോ, അതെല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് നിന്നെ ആരും, ഇതിൽ കൂടെ നിനക്ക് പിന്തുണ തരുന്ന ആളുകൾ പോലും നിന്നെ യഥാർത്ഥത്തിൽ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കാണ്ടിരുന്നത്. അവർക്ക് അവരുടെ തിരുവോണമാണേ വലുത്, അവരുടെ വീട്ടിലെ കുടുംബത്തിൻ്റെ മനസ്സമാധാനമാണേ വലുത്. അവർക്ക് അവരുടെ തിരുവോണം നല്ല സന്തോഷമായിട്ട് ആസ്വദിച്ച് ആഘോഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് നിന്നെപ്പോലുള്ള വൃത്തികെട്ട ജന്മങ്ങളെ ഒന്നും ഈ മലയാളികൾ വീട്ടിലോട്ട് വിളിക്കാത്തത്. മനസ്സിലായോടി ചൂലേ?